നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 44 പേരെ കൊന്നിട്ടും ചോരക്കൊതി മാറാതെ ഭീകരർ. തിരിച്ചടിക്കുമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടും പിന്നോട്ടില്ലാതെ വെടിയുതിർക്കുകയാണ് തീവ്രവാദികൾ. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബാരാമുള്ളയിലെ സോപ്പോറിലാണ് സംഭവം. ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഷ്കർ ഭീകരരെ സൈന്യം വളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹത്തിന് ഫെബ്രുവരി 14-നുണ്ടായ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പുൽവാമയിൽ വെച്ച് CRPF സംഘം സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സൈനിക വാഹന വ്യൂഹം കടന്നു പോകുന്നതിനിടെ ഒരു ബസിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റിയായിരുന്നു ആക്രമണം. തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. തീവ്രവാദി സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പിന്നീട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയിൽ വീണ്ടും ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കാശ്മീർ അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ വീണ്ടും ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കശ്മീർ അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം സുരക്ഷ ശക്തമാക്കിയിരുന്നു. പുൽവാമ മാതൃകയിലുള്ള ആക്രമണത്തിനാണ് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തയ്യാറെടുക്കുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. സൈനിക വാഹന വ്യൂഹത്തെയാണ് ഇത്തവണയും ഭീകരർ ലക്ഷ്യമിടുന്നതെന്നും 48 മണിക്കൂറിനുള്ളിൽ ഇതിനുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ കർശന സുരക്ഷാ പരിശോധനകളാണ് നടക്കുന്നത്. കശ്മീരിലെ റോഡ് വഴിയുള്ള സേനാ നീക്കം അവസാനിപ്പിച്ചു. സൈനികരുടെ യാത്ര വിമാനമാർഗമാക്കി മാറ്റി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഡൽഹി ശ്രീനഗർ, ശ്രീനഗർ ഡൽഹി, ജമ്മു കാശ്മീർ ശ്രീനഗർ. മുൻപ് ഓഫീസർ റാങ്കിലുള്ളവർക്ക് മാത്രമായിരുന്നു ഈ സെക്ടറുകളിൽ വിമാനയാത്ര നൽകിയിരുന്നത്. ഇതോടെ CPF-ലെ കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എന്നീ റാങ്കിലുള്ള 7,80,000 പേർ ഇതോടെ വിമാനയാത്രയ്ക്ക് അർഹരാകും. സുരക്ഷയുടെ ഭാഗമായി സ്വകാര്യ വാഹനങ്ങളടക്കം പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.